ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ അവരുടെ യുദ്ധത്തിൽ സംഭവിച്ച നഷ്ടപരിഹാരങ്ങൾ നൽകണം എന്നവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ അവർ പറയുന്നത് ഇപ്പോൾ അമേരിക്ക അത് ഏറ്റെടുക്കേണ്ടതില്ല, അമേരിക്കക്ക് അത് ഏറ്റെടുത്താൽ നൽകാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയാം. അതേസമയത്ത് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ അത് തിരിച്ചു നൽകണം എന്നാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ഫ്രീസ് ചെയ്തിട്ടുള്ള സ്വത്തുക്കൾ ഇറാന് തിരിച്ചു നൽകണം. ഇറാൻ പറഞ്ഞത് ഏകദേശം $11 ട്രില്യൺ അത് ഉണ്ടാകുമെന്നാണ്. ഈ സമ്പത്ത് ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ എണ്ണയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, അത് ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ ഉള്ള ഉപരോധമാണ്. ഈ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കണം. അങ്ങനെ പിൻവലിച്ചാൽ ഈ 60 ദിവസത്തിനുള്ളിൽ ഈ സമാധാന പീരീഡ് എന്ന് പറയുന്നത്, സമാധാന വെടിനിർത്തലും സമാധാനത്തിന്റെ പീരീഡും എന്ന് പറയുന്നത് 60 ദിവസമാണല്ലോ. എന്നാൽ ഈ 60 ദിവസത്തിനിടയിൽ $10 ബില്യൺ ഞങ്ങൾക്ക് എണ്ണയിലൂടെ വരുമാനം സമ്പാദിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ എണ്ണയിൽ ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കണമെന്നാണ്. എന്നാൽ ഇതിൽ ഒരു മാറ്റവും ഇറാന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിലുള്ള പ്രത്യേകമായ അതോറിറ്റി ഈ കാര്യവും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അത് അതിന്റെ ക്രമമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഒമാനും ഇറാനും സഹകരിച്ചുകൊണ്ട് അവിടെ സർവീസ് ഫീ ഈടാക്കും. മേരി ടൈം സർവീസ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു, തെറ്റായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത്, ടോൾ എന്ന് അതിനെക്കുറിച്ച് ഉപയോഗിക്കരുത്. ഇത് ടോളല്ല, നേരെ മറിച്ച് പേർഷ്യൻ കടൽ, ഹോർമുസ് കടലിടുക്ക്, അതുപോലെ തന്നെ ഒമാൻ കടൽ, ഈ ഭാഗങ്ങളിലുള്ള മേരി ടൈം സർവീസ് മാത്രമാണത്. അതായത് സമുദ്ര നിയമങ്ങൾ നടപ്പാക്കുക, സമുദ്ര സുരക്ഷ ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ഈ കടൽ മേഖലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിർവഹിക്കുന്നു. ആ നിർവഹിക്കുന്നതിന് അതിലൂടെ സർവീസ് ചെയ്യുന്ന കപ്പലുകൾ തീർച്ചയായും പണം അടക്കേണ്ടതുണ്ട്, സർവീസ് ചാർജ് നൽകേണ്ടതുണ്ട്. ഇതിനെ ഇങ്ങനെ മാത്രമാണ് പരിചയപ്പെടുത്തേണ്ടത്. എന്നാൽ ആ കാര്യം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറാവുകയില്ല എന്നാണ് ഇറാൻ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പറയുന്നത്. ഇവിടെയാണ് അമേരിക്ക ലോകത്തിന് മുന്നിൽ അപമാനത്തിന്റെ കയ്പ് നീർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധത്തിന് മുമ്പില്ലാത്ത സമ്പദ് വ്യവസ്ഥകൾ, മാത്രമല്ല ഇറാന്റെ ഫ്രീസ് ചെയ്ത സ്വത്തുക്കൾ, അതോടൊപ്പം ഇറാന് മുമ്പ് തന്നെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ഇതെല്ലാം നീക്കണമെന്ന് ഇറാൻ മുന്നിലേക്ക് ഇത്തരം ഉപാധികൾ വെക്കുക എന്ന് പറയുമ്പോൾ അവരാണ് ഇപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നത് എന്നാണ് അതിനർത്ഥം. കാരണം ഉപാധികൾ, യുദ്ധത്തിന് മുമ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഉപാധികൾ മുന്നോട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അത് മേൽക്കോയ്മ നേടിയ ഒരു രാഷ്ട്രത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പരാജയപ്പെട്ട ആളുകൾ കൂടുതൽ വിട്ടുവീഴ്ചക്കും കൂടുതൽ അവരുടെ ഉപാധികളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. അതേ സമയത്ത് നിലവിലിപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് യുദ്ധത്തിന് മുമ്പ് പോലും അവർക്കില്ലാത്ത കാര്യങ്ങളാണ് എന്നതിൽ നിന്ന് ഞങ്ങളാണ് ഈ യുദ്ധത്തിൽ മേൽക്കൈ നേടിയിരിക്കുന്നത് എന്ന് ലോകത്തിന് മുന്നിൽ പരസ്യമായി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.